ഹലോ ഗൈസ്, നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് വാഴയിലയിൽ അയില ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ, ബാ. അപ്പോൾ നമുക്ക് അയില വൃത്തിയാക്കി എടുക്കാം. നമ്മൾ വീട്ടിൽ വെച്ചിട്ട് അയിലയുടെ കുടലും പണ്ടമൊക്കെ എടുത്ത് കളഞ്ഞാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കുക. അപ്പോൾ നമുക്ക് ഈ അയിലയൊന്ന് വരകിയെടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഉണ്ടാക്കാം. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടെ ചതച്ചെടുത്താണ്. ഇത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ്. നമുക്ക് ആവശ്യമുള്ള പെരിഞ്ചീരകം ചേർക്കുക. ഇത് കുരുമുളക് പൊടിയാണ്. ഇത് മഞ്ഞൾപ്പൊടി. ഇത് മുളക് പൊടി. ഇത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, കുറച്ച് വിനാഗിരി, കുറച്ച് വെളിച്ചെണ്ണ, ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വാഴയിൽ പൊതിഞ്ഞ് നമുക്ക് കുറച്ച് നേരം റെസ്റ്റിന് വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് തീയും പിടിപ്പിക്കാം. ഒരു വാഴയില എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വൃത്തിയായിട്ട് കഴുകി ഒന്നും കൂടെ ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുക. നമ്മൾ ഈ 2 മീനും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇതൊരു റൗണ്ട് പൊതിഞ്ഞു. അപ്പോൾ നമ്മളിത് വാഴയിലയിൽ പൊതിഞ്ഞ് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരത്തേക്ക് റെസ്റ്റിന് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തീ കത്തിച്ചെടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓലകൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് ഇവിടെ നിന്ന് എടുക്കാം. എന്തായി എന്നൊന്നും അവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയില്ല. നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഒരു തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട്. ഇത് കഴിച്ച് നോക്കിയിട്ട് അപാര ടേസ്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും നമ്മൾ പാനിലൊക്കെ ഫ്രൈ ചെയ്യുന്നതായിട്ട് നോക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. മസാലയുടെ ടേസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റുള്ള മസാലയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ, ബായ്.